വെൽക്കം ബാക്ക് ടു SK ഫാമിലി. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഏട്ടൻ ഒരു 6 ക്വസ്റ്റ്യൻസ്, ഞാനൊരു 6 ക്വസ്റ്റ്യൻസ്, ഏട്ടനൊരു 6 ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 6 ക്വസ്റ്റ്യനിൽ ആൻസർ തെറ്റായിട്ട് പറയുന്നില്ല, ആൻസർ പറയാത്തവർക്ക് ദണ്ട ഞാൻ പുളിഞ്ചിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇലിമ്പിപ്പുളി. അപ്പോൾ ഇത് കഴിക്കണം, ഇതാണ് ചാലഞ്ച്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാലഞ്ച് വീഡിയോ എടുക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും കൂടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഏട്ടൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. ഞാൻ ചോദിക്കുന്നതൊക്കെ സിമ്പിളാണ്. ഏട്ടന് ഉത്തരമൊക്കെ പെട്ടെന്ന് പറയും. മിക്കവാറും കൂടുതൽ പുളിഞ്ചിക്ക് തിന്നേണ്ടി വരും ഞാൻ. പെണ്ണുങ്ങൾ വലത് കൈയിൽ വാച്ച് കെട്ടുന്നത് എന്തുകൊണ്ട്? ചോദ്യം അത് ഉത്തരം പറ. ഒന്നുകിൽ സമയം നോക്കാം, അല്ലെങ്കിൽ കൈയുണ്ട്. ഉത്തരം പറഞ്ഞു, സമയം നോക്കാം. എന്തുകൊണ്ടെന്നല്ല, അതെന്തിന് എന്ന് ചോദിക്കണം. ആ പോട്ടെ. അതിന് അടുത്ത ഏട്ടൻ. വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല. എന്ത്? അയ്യോ, കടങ്കഥ. വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല. 1 ഞാൻ ഈ കൊച്ചു കേട്ടിട്ടുണ്ട്. 5 6 7 8 9 10 കൊണ്ടിരിക്കുന്നിടത്തിന് കൗണ്ട് ഡൗൺ ഉണ്ട് കേട്ടോ, 10 വരെ. ഒന്ന് ജസ്റ്റ് കടിച്ചാൽ മതിയല്ലോ. തിന്നണം. അപ്പൊ ഞാൻ പുളിഞ്ചിക്ക് എന്നാ പോയെന്ന്. അതിന്റെ ഉത്തരം ശവപ്പെട്ടി. ഓ, ശവപ്പെട്ടി. അപ്പൊ ഞാൻ അത് തിന്നു. മൊത്തം തിന്നട്ടല്ലോ, ഒരു കടി കടിച്ചാ പോരെ. കടിച്ചു തിന്നണം. ഇറക്ക്. എനിക്ക് പറ്റത്തില്ല. അടുത്ത ഞാൻ ചോദിക്കാൻ പോണു. നോക്കൂ, ഏട്ടനെ പിന്നെ പുളിച്ച് കേക്ക്. കഴിക്കാൻ പറ്റാത്ത മാവ്. മാവ് വെച്ചല്ലേ നമ്മള് ദോശ അങ്ങനെ ഒക്കെ ഉണ്ടായി. കഴിക്കാൻ പറ്റാത്ത മാവ്. പറ്റാത്ത മാവ്. 1 2 3 4 5 6 7 8 9 10. അല്ല, ആത്മാവ്. അതറിയ ഞാൻ എഴുതിയ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല. ഞാൻ എഴുതിയ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഇതാണ്. അതൊന്നും എനിക്കറിയില്ല. പറ്റത്തില്ല. ഞാൻ എഴുതിയ ചോദ്യത്തിന് ഞാൻ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉത്തരം തന്നെ പറയാം. അതൊന്നും പറ്റത്തില്ല. മര്യാദക്ക് കഴിക്കുന്ന ഏട്ടനെ കൊണ്ട് തീറ്റിക്കാൻ പോവാ. ഞോട്ടിട്ട് കാണാമില്ല. തുമ്പി അതിന്റെ ഇടയിൽ കൂടെ വന്ന് മുഖം കാണിച്ചിട്ടിരിക്കുന്നു. മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം. എനിക്കറിയാം. 1 2 3 4 5 6 7 ബാലൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ മോള് തുമ്പിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്.
അറിയാമോ? 19/7/2019. എന്താ? 19 അല്ല, 1 2 3 19. 4 5 6 7 8 9 10. 1000 അല്ല, 2000. കഴിഞ്ഞ്. ഞാനത് പറഞ്ഞല്ലേ. എന്തുവാ 2019? 2019 നമ്മുടെ കല്യാണം നടന്നത്. 2021. അതിപ്പോഴല്ലേ പറഞ്ഞത്, ഇപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ നേരത്തെ കഴിച്ചതിന്റെ ബാക്കി ഏട്ടനെ കൊണ്ട് തീറ്റിക്കുന്നു. വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഹെഡ്സെറ്റ് കുത്തി ഇവിടെ ഇരുത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇവള് സമ്മതിക്കത്തില്ല. ഓക്കെ. മോഹൻലാലിന്റെ ആദ്യ സിനിമ. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. 3 4 5 അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. 7 8 മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ എന്ത്? തിരനോട്ടം. ഇതൊക്കെ ഏത് പടമൊക്കെ എനിക്കും അറിഞ്ഞൂടാ. വർഷങ്ങൾക്ക് മുമ്പുള്ള പടം എനിക്കറിഞ്ഞൂടാ. ഇത് തിന്നുള്ളൂ, ഞാൻ പകുതി തിന്നാണ്, എനിക്ക് വയ്യ തിന്നു. അടുത്ത ഞാൻ ചോദിക്കുകയാണേ, നിവിൻ പോളിയുടെ 5 സിനിമകള്. 5 സിനിമകള്. 1 2 3 4 5 6 7 8 9 10. ഞാനത് നേരത്തെ ഞാൻ പറഞ്ഞ 5 ക്വസ്റ്റ്യൻസ്. 5 പറയുന്നത് ചൂട് സമയമാണ്. 20 സെക്കൻഡ്. 20 സെക്കൻഡാ? എന്നാ 5 വരാം. 5 വരെ ഒന്നും കൂടെ. 5 വരെ. ഓക്കെ. 20 സെക്കൻഡ്. എന്തായാലും ഏട്ടൻ തിന്നണം. കാരണം നേരത്തെ എനിക്ക് അല്ല, അടുത്ത ഈ ഒരു ആൻസറിന് വേണ്ടി തിന്ന. അടുത്തത് ഞാൻ അങ്ങനെ ചോദിച്ചോളാം. തിന്നെ പകുതി കടി. ഇതൊക്കെ പെട്ടെന്ന് 5 എണ്ണം പറയാൻ പറ്റൂ. അയ്യടാ ഇങ്ങോട്ടിരി. അടുത്തത് ഇങ്ങോട്ടിരി, കാണാൻ പറ്റുന്നു. പൃഥ്വിരാജിന്റെ ആദ്യത്തെ സിനിമ. 1 2 നന്ദനം. എനിക്കറിയാം. ഇതൊരു കടങ്കഥയാണ്. കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. കിലുകിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഞാൻ കേട്ട രീതി എഴുതി വെച്ചെന്നുള്ളൂ. കിലുകിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. നിങ്ങൾ ഏട്ടാ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. 1 2 3 4 5 6 7 8 9 10. മുഖ്യമന്ത്രി EMS. അയ്യോ തിന്നെ തിന്നി ഇന്ന് തൊണ്ടയെല്ലാം ഒരുമാതിരിയായി. ഇറക്കണം, തുപ്പി കളയട്ടെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ചിലപ്പോൾ ഉത്തരം പറയായിരിക്കും. സിനിമാപരമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയും കാവ്യ മാധവനും അഭിനയിച്ച 2 സിനിമയുടെ പേര്.
കാവ്യ മാധവനും. 1 2 3 4 5 6 7 8 9 10. ഒരെണ്ണം പോലും ഓർമ്മയില്ല. ഞാൻ പറയാം. ഒന്ന് പട്ടണത്തിൽ പൂത, അത് അവർ രണ്ടുപേരാണ് അഭിനയിച്ചത്. ഒന്ന് അപരിചിതൻ, എനിക്കത് രണ്ട് ഓർമ്മ വന്നോളൂ. അപ്പൊ ഇതെടുത്ത് കഴിച്ചോ. തുമ്പി അതിനിടയിൽ കൂടെ എന്തൊക്കെയോ കാണിക്കുന്നു. അച്ചാച്ചി പുളിഞ്ചിക്ക് കണ്ടോ തുമ്പി എന്നാ തുമ്പി സ്ഥലം വിട്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരേപോലെയാണ് പുളിഞ്ചിക്ക തിന്നേന്ന് തോന്നുന്നല്ലേ. 3 അപ്പൊ പുളിഞ്ചിക്കയൊക്കെ തിന്ന് തൊണ്ട ഒരു വല്ലാണ്ട് ഇത്. അപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവാറായി. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഇടയ്ക്കൊക്കെ ഇടാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നേരത്തെ ഒരു ചെറിയ ഫോണായിരുന്നു, അതിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് കംപ്ലൈൻ്റ് ആയി, അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയൊരു മൊബൈൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ജോലിക്ക് വന്നുകൊണ്ട് ഞാൻ തന്നെയാണ്. പിന്നെ കണ്ടൻറ്റുകളൊന്നും അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നും വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് അധികം കമൻറ്റുകളൊന്നും വരാറില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ അയയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.